and we were the first one to introduce MEP training in Kerala. എല്ലാ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെയും പോലെ കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്കില്ലായിരുന്നു. ആക്സിഡൻ്റലി ഞങ്ങൾ എയർ കണ്ടീഷനിങ് അല്ലെങ്കിൽ ബിൽഡിംഗ് സർവീസസ് ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ്സ് ലൈക്ക് ഐ വാസ് വിത്ത് വോൾട്ടാസ്, ഷാഹിർ ബ്ലൂ സ്റ്റാറിലായിരുന്നു, നാസിഫും അതുപോലെ ബ്ലൂ സ്റ്റാറിലായിരുന്നു. ഇതിൻ്റെ ലാക്ക് ഓഫ് സ്കിൽഡ് മാൻ പവർ ഓൾ ഓവർ ഇന്ത്യ അന്നുണ്ടായിരുന്നു, എസ്പെഷ്യലി ഇൻ കേരള. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനീസിന് തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ഞങ്ങൾ ഇതേപോലെ എഞ്ചിനീയേഴ്സിനെ പ്രൊവൈഡ് ഞങ്ങളുടെ റെഫറൻസസ് ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ദേ സജസ്റ്റഡ് അസ് ടു ട്രെയിൻ ദം ആൻഡ് സെൻഡ്, ലൈക്ക് കുറച്ചും കൂടെ പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് ബെനിഫിഷ്യൽ ആവുമെന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് അന്ന് നമുക്ക് ഉണ്ടായിരുന്നു. ആൻഡ് വി ഡിസ്കസ്ഡ് അമംഗ് അവർ സെൽസ്. നാസിഫ് അന്ന് ബാംഗ്ലൂരായിരുന്നു, ഞാനും ഷായറും കൊച്ചിയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലായിരുന്നു. അപ്പോൾ ഈ ഒരു സ്പാർക്ക് ഞങ്ങൾക്ക് തോന്നി. MEP കൺസെപ്റ്റ് ഇവിടെ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. കേരളത്തിലെ ആദ്യത്തെ MEP ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എയ്സ് ഇന്ത്യ. 2007 നവംബറിലാണ് ഞങ്ങളത് ലോഞ്ച് ചെയ്തത്. 2008 ആയപ്പോഴത്തേക്കും ഫുൾ ഫ്ലെഡ്ജ് വി വെർ കംപ്ലീറ്റ്ലി ഫോഴ്സ്ഡ് ഇൻ ടു എയ്സ് ഇന്ത്യ. ആൻഡ് വി വെർ നോട്ട് അലോൺ ആക്ച്വലി. വി ആർ എ ടീം ഓഫ് ആർക്കിടെക്ട്സ്, കൺസൾട്ടൻറ്റ്സ്, ബിൽഡേഴ്സ് as well as myself, ഷാഹിർ ആൻഡ് നാസിഫ്. ഞങ്ങളാണ് ബിഹൈൻഡ് ദ സീനെങ്കിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു ടീം അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്.